ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പ് നമ്മുടെ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേകാൻ വേണ്ടി നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി, ഈ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അതും കൂടി ഇട്ടിട്ട് നമ്മളൊരു 4 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നമുക്ക് വിസിലിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 4 വിസിലൊക്കെ ആകുമ്പോൾ ഊരി നമുക്കിത് നോക്കി അത് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ അടുപ്പിച്ചാൽ മതിയേ. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ആ ഇറച്ചിയുടെ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിലെ കഷ്ണങ്ങളെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ. അത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇതൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടാണല്ലോ വേവിച്ചത്. നമ്മുടെ എരിവിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഉപ്പ് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ടാൽ മതി. മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇടണേ. പിന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നമ്മുടെ ആ ആ ഇറച്ചിയുടെ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ മസാല നന്നായിട്ട് തരിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അതിലെല്ലാം മസാല നന്നായി ഇങ്ങനെ പുരട്ടിയെടുക്കണം. അതിലെല്ലാം നന്നായി പിടിച്ചാൽ മാത്രമേ നമുക്കിത് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് വെക്കുന്നത്, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ്. 2 മണിക്കൂറിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ നമുക്കിത് വറുത്തെടുക്കാവേ. ഇത് വറുത്ത് കോരിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് വറുത്ത് ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയാണ്. ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് കാണാം.